വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഫസ്ന സുബൈർ. അപ്പം ഞാൻ ഇന്നൊരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നമ്മളെ ഇടയിലുള്ള ഒരുവിധം ആൾക്കാരും വെറൈറ്റി ആഗ്രഹിക്കുന്ന ആൾക്കാർ തന്നെ ആയിരിക്കും അല്ലേ. അപ്പം ഈ ഒരു വീഡിയോയും വെറൈറ്റി ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ്. പുഡിങ് ഉണ്ടാക്കുന്നവർക്കും സെയിൽ ചെയ്യുന്നവർക്കും വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോയും കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. ഇപ്പോൾ ഓരോ ഫംഗ്ഷന് വരുന്ന സമയത്ത് നമ്മൾ കേക്ക് കട്ട് ചെയ്തിട്ടാണല്ലേ അധികം ആഘോഷിക്കാറുള്ളത്. അപ്പോൾ നിങ്ങൾ വെറൈറ്റി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ കേക്കിന് പകരമായിട്ട് ഈ ഒരു രീതിയിൽ പുഡിങ് ചെയ്തു നോക്കുക കേട്ടോ. കേക്കിൻ്റെ അതേ രൂപത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പം ഇത് സെയിൽ ചെയ്യാനും എളുപ്പമാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും അതിനെങ്ങനെയാണ് റേറ്റ് ഇടുന്നതെന്നും അതെങ്ങനെയാണ് സെയിൽ ചെയ്യുന്നത് അങ്ങനത്തെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ഇടുക കേട്ടോ. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ ഇട്ട് തരാം. ഒരുപാട് ഫ്ലേവറിലുള്ള പുഡിങ് പല ഷേപ്പിലായിട്ടും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. ഇന്നിവിടെ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്ന പുഡിങ് വാഞ്ചോ പുഡിങ് ആണ് കേട്ടോ. അപ്പോൾ വാഞ്ചോ കേക്കൊക്കെ നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവും. അതേ രീതിയിൽ തന്നെ വാഞ്ചോ പുഡിങ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതേപോലെ തന്നെ ഈ ഒരു വീഡിയോയിൽ ഈ ഒരു പുഡിങ് ഉണ്ടാക്കുന്ന സമയത്ത് ഉണ്ടായിട്ടുള്ള ഒരു മിസ്റ്റേക്ക് കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ ഒരു പുഡിങ് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് ചൈന ഗ്രാസ് ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാനിവിടെ 10 ഗ്രാം ചൈന ഗ്രാസ് ആണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 കപ്പ് നോർമൽ വാട്ടർ ഒഴിച്ചിട്ട് 15 മിനിറ്റോളം ഒന്ന് കുതിരാൻ വേണ്ടി മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചൈന ഗ്രാസ് നമ്മൾ എടുക്കുന്ന സമയത്ത് ഏതൊരു പുഡിംഗ് ആണെങ്കിലും അതിലേക്ക് ചൈന ഗ്രാസ് ഇതേപോലുള്ള ഷീറ്റ് എടുക്കുകയാണെങ്കിൽ എപ്പോഴും 15 മിനിറ്റോളം നമ്മൾ കുതിരാൻ വേണ്ടി മാറ്റി വെക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ള ചൈന ഗ്രാസ് ആണിത്. 10 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണ് കേട്ടോ ഇത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 50 രൂപയാണ്. ഇനി ഒരു ചൈന ഗ്രാസിൻ്റെ പൗഡറും നമുക്ക് വാങ്ങാൻ വേണ്ടി കിട്ടും. ഇനി ഒരു വാഞ്ചോ പുഡിങ് 2 ലെയറായിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പം ഞാൻ ആ ഒരു 2 ലെയറിലേക്കുള്ള ചൈന ഗ്രാസ് വേറെ വേറെ ആയിട്ടാണ് കേട്ടോ കുതിർത്ത് വെക്കുന്നത്. അപ്പോൾ ആ 2 ചൈന ഗ്രാസും ഒരേ സമയം തന്നെ കുതിർത്ത് വെക്കുന്നുണ്ട്. അപ്പം ഞാൻ നേരത്തെ 10 ഗ്രാം ചൈന ഗ്രാസ് ആണ് എടുത്തിട്ടുള്ളത്. രണ്ടാമത്തെ ലെയറിനും 10 ഗ്രാം ചൈന ഗ്രാസ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അങ്ങനെ ഇപ്പം അതും കൂടി ഒന്ന് കുതിർക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ആവുമ്പം ആദ്യത്തെ ലെയർ ആക്കിയെടുത്ത അതേ സമയം തന്നെ നമുക്ക് രണ്ടാമത്തെ ലെയറും പെട്ടെന്ന് തന്നെ റെഡിയാക്കിയിട്ട് എടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ ആദ്യത്തെ ആ ഒരു ലെയറിന് വേണ്ടിയിട്ട് വൈറ്റ് ചോക്ലേറ്റ് കൊണ്ട് ഉണ്ടാക്കുന്ന ആ ഒരു ലെയറിന് വേണ്ടിയിട്ട് 1/2 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഡാർക്ക് ചോക്ലേറ്റിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ലെയറിനും 1/2 ലിറ്റർ പാലാണ്. അങ്ങനെ മൊത്തത്തിൽ 1 ലിറ്റർ പാലാണ് കേട്ടോ എടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ ആദ്യത്തെ ലെയറിന് വേണ്ടിയിട്ട് 1/2 ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പിലും കുറച്ച് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 1/2 കപ്പോളം മിൽക്ക് മെയ്ഡും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പാലിൻ്റെ മിക്സ് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുന്നതിന് മുന്നേ ആയിട്ട് അതിലേക്കുള്ള ഷുഗറും മിൽക്ക് മെയ്ഡും ഒക്കെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അത്യാവശ്യം നല്ലോണം തന്നെ ഒന്ന് മിക്സ് ആക്കി കൊടുത്തിട്ട് വേണം അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ആ ഒരു സമയത്ത് 1 ടീസ്പൂണോളം വാനില എസൻസും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷമാണ് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനിയിപ്പം ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇതേ സമയം തന്നെ ആദ്യത്തെ ആ ഒരു ലെയറിന് വേണ്ടിയിട്ട് നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള ചൈന ഗ്രാസ് ഉണ്ടല്ലോ അത് തൊട്ടടുത്തുള്ള അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരേ സമയം തന്നെ ഈ ഒരു ചൈന ഗ്രാസും പാലിൻ്റെ മിക്സും വെച്ച് കൊടുക്കുക. ഇനി ഈ ഒരു ചൈന ഗ്രാസ് നിങ്ങൾ മെൽറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരിക്കലും നമ്മളിത് മെൽറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പാടില്ല കേട്ടോ. നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നമ്മളിത് മെൽറ്റ് ചെയ്തെടുക്കുക. ഞാൻ പറഞ്ഞില്ലേ ഒരു 15 മിനിറ്റോളം നമ്മളിതിനെ കുതിർത്ത് വെക്കുകയാണെങ്കിൽ ലോ ഫ്ലെയിമിലിട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ എല്ലാം നമുക്ക് മെൽറ്റായിട്ട് കിട്ടുമേ. ചിലവർ പെട്ടെന്ന് തന്നെ മെൽറ്റായി കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് ഹൈ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കും. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് മെൽറ്റായിട്ട് കിട്ടും, പക്ഷേ ആ ഒരു ചൈന ഗ്രാസ് ചേർത്ത് ഉണ്ടാക്കുന്ന പുഡിങ് സെറ്റായിട്ട് കിട്ടൂല കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ മെൽറ്റാക്കിയിട്ട് എടുക്കുക. അപ്പോൾ അതാ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും അത്യാവശ്യം ഒന്ന് മെൽറ്റായിട്ട് വരുന്നുണ്ട്. ആ ഒരു സമയം തന്നെ ഈ ഒരു പാലിൻ്റെ മിക്സ് അത്യാവശ്യം നല്ലോണം തന്നെ ചൂടാക്കിയിട്ട് എടുക്കുക കേട്ടോ. തിളക്കണം എന്നില്ല. എപ്പോഴും നമ്മൾ ഈ ഒരു പുഡിങ് പിരിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതൽ തിളക്കുന്ന സമയത്ത് അതിലേക്ക് ചൈന ഗ്രാസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രൂട്ട്സിൻ്റെ പൾപ്പോ അങ്ങനെയൊക്കെ ചേർത്ത് കൊടുക്കുന്ന സമയത്താണ് കേട്ടോ. അപ്പം ഈ ഒരു പാലിൻ്റെ മിക്സ് അത്യാവശ്യം നല്ലോണം തന്നെ ഒന്ന് ചൂടായ സമയത്ത് ലോ ഫ്ലെയിമിലേക്ക്, മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. അതിനെ ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഇതിലേക്ക് ചൈന ഗ്രാസ് ചേർത്ത് കൊടുക്കുക കേട്ടോ.
അപ്പോൾ പാൽ അത്യാവശ്യം നല്ലോണം തന്നെ ഒന്ന് ചൂടായ സമയത്ത് ചൈന ഗ്രാസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് വൈറ്റ് ചോക്ലേറ്റ് ആണ് കേട്ടോ. നമ്മൾ കോമ്പൗണ്ട് ചോക്ലേറ്റിലെ കേക്കൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു വൈറ്റ് ചോക്ലേറ്റ് ഞാൻ 1 കപ്പ് എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തത് ഈ ഒരു സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. പെട്ടെന്ന് തന്നെ മെൽറ്റ് ആയിക്കോളും. ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് മെൽറ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പം ഇതെല്ലാം കൂടി ഒന്ന് ചൂടായതിന് ശേഷം നമ്മൾ അതിലേക്ക് ചൈന ഗ്രാസ് ഒഴിച്ചു കൊടുത്തിട്ട് 2-3 മിനിറ്റ് കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ആക്കാവുന്നതാണ് കേട്ടോ. അതിന് ശേഷം ഈ ഒരു ചോക്ലേറ്റ് ഇട്ട് കൊടുത്താലും മതി, ആ ഒരു ചൂടിൽ മെൽറ്റ് ആയിക്കോളും. അപ്പോൾ ആദ്യത്തെ ലെയറിനുള്ള ആ ഒരു പുഡിങ് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് നമുക്ക് സെറ്റ് ചെയ്യുന്ന പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനിതാ ഇതുപോലെ ഒരു സിലിക്കോൺ മോൾഡിലേക്കാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഈ ഒരു മോൾഡിൽ കറക്റ്റാണ് കേട്ടോ 1 ലിറ്റർ പാലിൽ നമ്മൾ ചൈന ഗ്രാസ് ഉണ്ടാക്കുന്ന, ഞാൻ ഇതിൽ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് സെയിൽ ചെയ്യുന്നത്. അപ്പോൾ അതേ രീതിയിൽ തന്നെ നമുക്ക് ഇങ്ങനത്തെ മോൾഡിലേക്ക് ഒഴിച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി നിങ്ങൾ ഇങ്ങനത്തെ സിലിക്കോണിൻ്റെ പാത്രത്തിലാണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ അതിൻ്റെ താഴെയായിട്ട് ഒരു പ്ലേറ്റോ അല്ലെങ്കിൽ ഈ ഒരു കേക്കിൻ്റെ ബോർഡോ അങ്ങനെ എന്തെങ്കിലും വെച്ച് കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന സമയത്ത് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ആയി പോകാൻ വേണ്ടി ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു കേക്കിൻ്റെ ബോർഡാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ മുകളിലായിട്ട് ആ ഒരു സിലിക്കോൺ മോൾഡ് വെച്ച് കൊടുത്തിട്ട് ഇപ്പം നമ്മൾ ഫസ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു ലെയറിലേക്കുള്ള പുഡിംഗ് ഇല്ലേ, അതിൽ ഒരു മുക്കാൽ ഭാഗത്തിലും കൂടുതലായിട്ട് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ച് മാത്രം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അതെന്തിനാണെന്ന് ഞാൻ നിങ്ങൾക്ക് വഴിയെ പറഞ്ഞു തരാം കേട്ടോ. അപ്പം ഈ ഒരു പുഡിംഗ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിന് മുകളിലുള്ള എയർ ബബിൾസ് ഒക്കെ മാറ്റണം എന്നുണ്ടെങ്കിൽ മാറ്റി കൊടുക്കുക. അതേ സമയം തന്നെ അടുത്ത ഒരു ലെയറിലേക്കുള്ള പുഡിങ്ങും കൂടി സെറ്റാക്കിയിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നേരത്തെ ചെയ്ത അതേ സെയിം മെത്തേഡിൽ തന്നെ 1/2 ലിറ്റർ പാലെടുക്കുക. അതിലേക്ക് 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് എടുക്കുക. 1 ടീസ്പൂണ് വാനില എസൻസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1/2 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നേരത്തെ തന്നെ കുതിരാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുള്ള ഒരു ചൈന ഗ്രാസ് ഇല്ലേ, അതും കൂടി അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾ ആ ഒരു രണ്ടാമത്തെ ലെയറിനുള്ള പുഡിങ് റെഡിയാക്കി എടുക്കുന്ന സമയത്ത് ഇടയ്ക്കൊന്ന് പെട്ടെന്ന് ഈ ഒരു പുഡിങ് സെറ്റായി പോകുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ട് അതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഈ ഒരു രണ്ടാമത്തെ ലെയർ നമ്മൾ റെഡിയാക്കിയിട്ട് എടുക്കുക. അപ്പം നേരത്തെ ചെയ്ത സെയിം മെത്തേഡ് തന്നെയാണ്, പക്ഷേ ആദ്യത്തേൽ നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് ആണ് എടുത്തിട്ടുള്ളത്. രണ്ടാമത്തെ ലെയറിലേക്ക് ഡാർക്ക് ചോക്ലേറ്റ് ആണ് എടുക്കുന്നത്. നിങ്ങൾക്ക് വാഞ്ചോ കേക്കൊക്കെ എങ്ങനെയാണെന്നുള്ളത് അറിയുമായിരിക്കുമല്ലോ, അതേ രീതിയിൽ തന്നെയാണ് കേട്ടോ. അപ്പം നേരത്തെ പുഡിംഗ് ഉണ്ടാക്കി അതേപോലെ തന്നെ പാലിൻ്റെ മിക്സ് ചൂടായ സമയത്ത് അതിലേക്ക് ചൈന ഗ്രാസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാല് അത്യാവശ്യം നല്ലോണം തന്നെ ഒന്ന് ചൂടായാൽ മതി കേട്ടോ, തിളക്കേണ്ട ആവശ്യമില്ല. ആ സമയത്ത് അതിലേക്ക് ചൈന ഗ്രാസ് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. എന്നിട്ട് ഏകദേശം ഒരു 2-3 മിനിറ്റ് ഒന്നും കൂടി ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കുക കേട്ടോ. ഈ ഒരു ചൈന ഗ്രാസും പാലും ഏകദേശം ഒരേ ചൂടിൽ വരാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നേരത്തെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഡാർക്ക് ചോക്ലേറ്റ് ഉണ്ട്, കോമ്പൗണ്ട് ചോക്ലേറ്റിൽ നമ്മൾ കേക്കിലേക്ക് ഉപയോഗിക്കുന്നത്, അത് 1 കപ്പോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ആദ്യത്തേൽ 1 കപ്പ് വൈറ്റ് ചോക്ലേറ്റ് ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. രണ്ടാമത്തെ ലെയറിലേക്ക് 1 കപ്പ് ഡാർക്ക് ചോക്ലേറ്റ് ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഈ ഒരു സമയം തന്നെ ഏകദേശം 2 ടേബിൾ സ്പൂണോളം കൊക്കോ പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അത്യാവശ്യം നല്ലോണം തന്നെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഇനി നിങ്ങൾക്ക് ചെറിയൊരു ബൗളിലേക്ക് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം വേണമെങ്കിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഞാനിതിലേക്ക് നേരിട്ട് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടാമത്തെ ലെയറായിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് ഞാൻ രണ്ടാമത്തെ ലെയറായിട്ട് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് വന്നിട്ടുള്ള മിസ്റ്റേക്ക്, അത് ഞാൻ ആ ഒരു മിസ്റ്റേക്കായിട്ട് എനിക്ക് വന്നതല്ല, നിങ്ങൾക്ക് ഓരോരുത്തർക്കും എല്ലാവർക്കും ഒന്നുമല്ല, എന്നാലും ചിലവർക്ക് പറ്റുന്ന ഒരു മിസ്റ്റേക്ക് ഞാൻ നിങ്ങൾക്ക് ഇതിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പം ഈ ഒരു സമയത്ത് നിങ്ങൾ ചെക്ക് ചെയ്യുക മധുരം ഉണ്ടോ എന്നുള്ളത് കേട്ടോ. ഇല്ലെങ്കിൽ കുറച്ചുകൂടെ ഷുഗറോ അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ പുഡിംഗ് ഉണ്ടാക്കുന്ന സമയത്ത് എല്ലാം കഴിഞ്ഞതിന് ശേഷം അവസാനം നിങ്ങൾ മധുരം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. ഇല്ലെങ്കിൽ അതിനനുസരിച്ചിട്ട് മധുരം ഇട്ട് കൊടുക്കണം. അപ്പോൾ ആദ്യം നമ്മൾ ഈ ഒരു മോൾഡിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ള പുഡിങ്ങൊക്കെ ഏകദേശം ഒന്ന് സെറ്റായിട്ട്, മുഴുവനായിട്ട് സെറ്റായിട്ടില്ല, ഏകദേശം ഒന്ന് സെറ്റായിട്ടുണ്ട്. അടുത്ത ഞാൻ പറഞ്ഞിട്ടുള്ള മിസ്റ്റേക്ക് ഇതാണ് കേട്ടോ. അപ്പം ഏകദേശം ആൾക്കാർക്കും പറ്റുന്നൊരു മിസ്റ്റേക്കാണ്. നമ്മൾ ഈ ഒരു രീതിയിലുള്ള തവികളൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ എപ്പോഴും ഈ ഒരു വാഞ്ചോ പുഡിങ്ങൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് രണ്ടാമത്തെ ലെയർ ഒഴിച്ചു കൊടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. അപ്പം ഈ ഒരു രീതിയിൽ ഇപ്പോൾ ഇതുപോലെ ഹോളൊക്കെ ഉള്ള ഈ ഒരു തവി വെച്ചിട്ടാണ് നിങ്ങൾ ഒഴിച്ചു കൊടുക്കുന്നതെങ്കിൽ ഇതാ ഈ ഒരു രീതിയിൽ നമ്മളെ പുഡിങ്ങായിട്ട് വരും കേട്ടോ.
അപ്പോൾ ഇത് അധിക പേരും ശ്രദ്ധിക്കാത്തൊരു മിസ്റ്റേക്ക് ആണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്കും മുന്നേ ഒരുപാട് പ്രാവശ്യം അങ്ങനത്തെ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാനിത് കാണിച്ചു തരുന്നത്. എപ്പോഴും 2 ലെയർ ആയിട്ടുള്ള പുഡിംഗ് ഉണ്ടാക്കുകയാണെങ്കിൽ ആദ്യത്തെ ഏകദേശം ഒന്ന് സെറ്റ് ആയതിന് ശേഷം, ഒരുപാട് സെറ്റ് ആവണ്ട കേട്ടോ, ഏകദേശം ഒന്ന് സെറ്റ് ആയതിന് ശേഷം ഒരു തവി വെച്ചിട്ട് കുറച്ചായിട്ട് രണ്ടാമത്തെ ലെയറിലുള്ള പുഡിംഗ് ഒഴിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ ഒരു ചെറിയ തവി, ഇതുപോലെ ഹോളൊന്നും ഇല്ലാത്ത ഒരു തവി എടുത്തിട്ട് അതിന് മുകളിലേക്ക് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് വേണം നമ്മളിത് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ആ ഒരു രീതിയിലായിട്ട് വരും കേട്ടോ. അപ്പോൾ ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു രീതി എന്ന് പറയുന്നത്. ആദ്യത്തെ ഒരു ലെയർ, പിന്നെ രണ്ടാമത്തെ ആ ഒരു ലെയർ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ലാസ്റ്റിലായിട്ടുള്ള കുറച്ച് ഭാഗം ഒഴിച്ചിട്ട് കാണിച്ചു തന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് പുഡിംഗ് ആയതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ, സെറ്റ് ആയിക്കോളും. അതുപോലെ തന്നെ താഴത്തെ ലെയർ ഒഴിച്ചിട്ട് ഏകദേശം ഒന്ന് സെറ്റായിട്ട് അതിൻ്റെ മുകളിൽ രണ്ടാമത്തെ ലെയർ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് രണ്ടാമത്തെ ലെയറിൻ്റെ പുഡിംഗ് ഉണ്ടല്ലോ, അതിന് ഒരുപാട് ചൂടുണ്ടാവാൻ പാടില്ല കേട്ടോ. അതും കുറച്ചൊന്ന് ചൂടാറിയ ശേഷം വേണം നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ താഴത്തെ ലെയർ ഒരുപാട് സെറ്റായതിന് ശേഷം നമ്മൾ രണ്ടാമത്തെ ലെയർ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇത് കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് 2 ലെയറും വിട്ടു പോരുന്ന ഒരു രീതിയിലാണ് കേട്ടോ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അതും നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ തലേ ദിവസമാണ് ഇത് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. പിറ്റേ ദിവസമാണ് കേട്ടോ ഞാനിത് എടുക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ഡിമോൾഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലത്തെ സിലിക്കോണിൻ്റെ പാത്രത്തിലൊക്കെ ആണെങ്കിൽ എല്ലാ ഭാഗവും ഒന്ന് വിടിയിച്ചു കൊടുക്കുക കേട്ടോ. അതിന് ശേഷം നമ്മൾ ഏത് പാത്രത്തിലേക്കാണോ എടുക്കേണ്ടതെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇതുപോലുള്ളൊരു കേക്ക് സ്റ്റാൻഡിലേക്കാണ് കേട്ടോ ഡിമോൾഡ് ചെയ്തെടുക്കുന്നത്. അപ്പം ഈ ഒരു സ്റ്റാൻഡിലേക്ക് എടുത്താലും നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അത് ഞാൻ വഴിയെ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ അതിനെ ഒന്ന് ഡിമോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അതിൻ്റെ താഴെയായിട്ട് ഒരു കേക്ക് ബോർഡ് വെച്ചിട്ടുണ്ടെന്ന്, അതാണ്. അതൊന്ന് എടുത്ത് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിനെ ഒന്ന് നമുക്ക് ഡിമോൾഡ് ചെയ്തെടുക്കുക. ഇപ്പോൾ അടിപൊളിയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ നമ്മൾ നേരത്തെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, നേരത്തെ ആദ്യം വൈറ്റാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ മുകളിലേക്ക് ഡാർക്ക് പുഡിംഗ് ഒഴിച്ച സമയത്ത് അത് കട്ടായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ വന്നത്. അപ്പം നിങ്ങൾ ചെയ്തെടുക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി നോക്കുക. ഇനിയിപ്പോൾ ഇതൊന്ന് ഡെക്കറേഷൻ ചെയ്തിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ കേക്കിന് പകരം പുഡിങ്ങും ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അത് സെയിൽ ചെയ്യാനും നമുക്ക് പറ്റും. അപ്പോൾ അതിൻ്റെ റേറ്റും കാര്യങ്ങളും അത് എങ്ങനെയാണ് നമ്മൾ പാക്ക് ചെയ്തെടുക്കുന്നതെന്നും ഡെലിവറി ചെയ്യുന്നതെന്നും ഉള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഇട്ട് തരാം കേട്ടോ. അതുപോലെ നമ്മൾ ഈ ഒരു പുഡിങ് ഇങ്ങനത്തെ കേക്ക് സ്റ്റാൻഡിലേക്കല്ല കേട്ടോ ഡിമോൾഡ് ചെയ്ത് എടുക്കേണ്ടത്. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ഇവിടെ കുറച്ച് ഫ്രൂട്ട്സ് വെച്ചിട്ട് ഞാനിതൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് കിവിയും സ്ട്രോബെറിയും ഓറഞ്ചും ഒക്കെ വെച്ചിട്ട് ഇതൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ അടിപൊളിയായിട്ടുള്ള പുഡിങ് കണ്ടില്ലേ, ആ ഒരു കേക്കിൻ്റെയൊക്കെ ആ ഒരു മോഡൽ തന്നെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു വാഞ്ചോ പുഡിങ് ഞാൻ ഈ ഒരു രീതിയിൽ ചെയ്തുകൊണ്ട് ഇതിൻ്റെ മുകളിലായിട്ട് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷോ ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷോ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ പുഡിങ് ഒരു ട്രേയിലൊക്കെ ചെയ്തെടുക്കുകയാണെങ്കിൽ അതിൻ്റെ മുകളിലായിട്ട് വൈറ്റോ ബ്ലാക്കോ ചോക്ലേറ്റിൻ്റെ ഗനാഷവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ചെയ്യുന്നവർ ആ രീതിയിൽ ചെയ്തെടുക്കുക. ഞാൻ ഈ ഒരു രീതിയിൽ ചെയ്തുകൊണ്ടാണ് അതിൻ്റെ മുകളിലായിട്ട് ചോക്ലേറ്റ് ഒന്നും ചേർത്ത് കൊടുക്കാത്തത്. അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു രീതിയിൽ പുഡിങ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ. വാഞ്ചോ കേക്ക് ഒരുപാട് പേര് കഴിച്ചിട്ടുണ്ടാവുമല്ലോ, ഏകദേശം അതേ ഒരു ടേസ്റ്റൊക്കെയാണ് കേട്ടോ ഈ ഒരു പുഡിങ്ങിനും ഉള്ളത്. അപ്പം വെറൈറ്റികൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഒരു കേക്കിന് പകരമായിട്ട് ഇടയ്ക്കൊക്കെ ഈ രീതിയിൽ പുഡിങ് വാങ്ങിയിട്ട് ഇതുപോലെ കട്ട് ചെയ്യുക കേട്ടോ. എന്തെങ്കിലും ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ. ഇപ്പോൾ ഒരു പുഡിങ്ങിൻ്റെ ടെക്സ്ചർ നിങ്ങൾ കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ലേ താഴത്തെ ലെയർ ഒരുപാട് സെറ്റ് ആവുന്നതിൻ്റെ മുന്നേ ആയിട്ട് രണ്ടാമത്തെ ലെയർ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ തന്നെ ഉണ്ടാവും കേട്ടോ. ഇനി ഈ ഒരു പുഡിങ് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഒരു കേക്ക് എങ്ങനെയാണോ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് ഈ ഒരു പുഡിങ്ങും കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. കണ്ടില്ലേ.
അപ്പോൾ ഈ ഒരു വാഞ്ചോ പുഡിങ് മാത്രമല്ല കേട്ടോ, ഒരുപാട് ഫ്ലേവറിലുള്ള പുഡിങ് നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ കേട്ടോ. എന്തായാലും ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് ഇട്ടുതരാം. ഇപ്പോൾ ദാ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെയല്ലേ നമ്മൾ കേക്ക് കട്ട് ചെയ്യുകയാണെങ്കിലും ഓരോ പീസായിട്ട് കിട്ടുന്നത്. ഇത് മെൽറ്റായിട്ട് പോവുകയോ അതുപോലെ ഇത് മെൽറ്റായി പോവുമോ എന്നുള്ള പേടിയൊക്കെ ഉണ്ടാവും. അങ്ങനെയൊന്നുമില്ല കേട്ടോ. നമ്മളെ കേക്ക് എങ്ങനെയാണോ അതുപോലെ തന്നെ ഈ പുഡിങ് നമുക്ക് കട്ട് ചെയ്തെടുക്കാനും സെറ്റ് ചെയ്തെടുക്കാനും ഒക്കെ പറ്റും കേട്ടോ. അപ്പോൾ ഇതാ ഇതിൻ്റെ ഒരു ടെക്സ്ചർ നിങ്ങൾ കണ്ടില്ലേ. അപ്പം നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു രീതിയിൽ സെയിൽ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ഇട്ടോളൂ കേട്ടോ. ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യവും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതുപോലെ തന്നെ വാഞ്ചോ പുഡിംഗ് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും മധുരം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. എല്ലാ പുഡിങ്ങിനും ആ ഒരു മധുരം കുറച്ചൊന്ന് കൂടി നിൽക്കുന്ന രീതിയിലാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. പക്ഷേ ഇതിൽ നമ്മൾ ഡാർക്ക് ചോക്ലേറ്റും വൈറ്റ് ചോക്ലേറ്റും ചേർക്കുന്നതുകൊണ്ട് ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ ഒരുപാട് മധുരം ചേർത്ത് കൊടുക്കരുത് കേട്ടോ. ആദ്യം നമ്മൾ ആ ഒരു പാകത്തിന് ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു വൈറ്റ് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും ഒക്കെ ചേർത്തതിന് ശേഷം അവസാനം ഒന്നും കൂടി നോക്കുക മധുരം കറക്റ്റ് ആണോ എന്നുള്ളത്. അപ്പോൾ ആ ഒരു സമയത്ത് കുറവാണെന്നുണ്ടെങ്കിൽ മാത്രം വീണ്ടും ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളിതിലൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ കണ്ടില്ലേ അതിൻ്റെ ഒരു ടെക്സ്ചർ നമ്മളത് കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ആ ഒരു സിൽക്കി ടെക്സ്ചറാണ് കേട്ടോ. അപ്പോൾ നേരത്തെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു പുഡിങ് കേക്ക് സ്റ്റാൻഡിൽ നമുക്ക് സെയിൽ ചെയ്യാനോ അങ്ങനെയൊന്നും പറ്റൂല എന്നുള്ളത്. അതിൻ്റെ ഒരു കാരണം ഇതാണ് കേട്ടോ. പുഡിങ് ആയതുകൊണ്ട് ഈ ഒരു സ്റ്റാൻഡിൽ അത് കറക്റ്റായിട്ട് നിൽക്കില്ല കേട്ടോ. ഇപ്പം അറിയാത്തവരൊക്കെ പെട്ടെന്ന് എടുക്കുകയാണെങ്കിൽ അതെന്തായാലും ആ ഒരു ബോർഡിൽ നിന്ന് താഴേക്ക് വീണ് പോകാൻ വേണ്ടി ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പം അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ എൻ്റെ വീഡിയോ എന്തായാലും സെയിൽ ചെയ്യുന്നവർക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.